ഏലിയാ സ്ലീവ മൂശാകാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സ്ലീവായുടെ വിജയവും കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനവും അനുസ്മരിക്കുന്ന കാലം. ചെങ്കടലിനു മീതെ തന്റെ വടി നീട്ടിക്കൊണ്ട് മൂശെ ഇസ്രായേൽ ജനത്തിന് വഴി കാട്ടിയതുപോലെ തന്റെ സ്ലീവ വഴി മിശിഹ പറുദീസായിലേക്കുള്ള വഴി കാട്ടി തന്നുകൊണ്ട് മനുഷ്യകുലത്തെ രക്ഷിച്ചതിനെ അനുസ്മരിക്കുന്ന പുണ്യകാലം. ഏലിയാ സ്ലീവ മൂശാകാലത്തിലെ ആദ്യ ഞായറാഴ്ച തിരുസഭാ മാതാവ് വിചിന്തനത്തിനായി നൽകുന്നത് ഈശോയുടെ രൂപാന്തരീകരണമാണ്. ഈശോയുടെ മാമോദീസ വേളയിൽ ദൈവം ആകാശത്തിന്റെ വാതിലുകൾ ചായ്ച്ച് ഈശോയോട് പറയുന്ന ഒരു സ്വകാര്യമുണ്ട്: നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അന്ന് പറഞ്ഞ അതേ സ്വകാര്യം ഇന്ന് താബോർ മലയുടെ മുകളിൽ നിന്ന് വിളിച്ചു പറയുകയാണ്: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. ഈശോയുടെ രൂപാന്തരീ ഭാവത്തെ ധ്യാനിക്കുമ്പോൾ ആത്മീയമായും ദൈവശാസ്ത്രപരമായും ചിന്തിക്കേണ്ടതുണ്ട്. രൂപാന്തരീകരണത്തിന് തൊട്ടു മുൻപ് മർക്കോസ് 8:31-38 ഒന്നാം പീഡാനുഭവ പ്രവചനം നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യപുത്രൻ അനുഭവിക്കേണ്ടി വരുന്ന തിരസ്കരണങ്ങളും സഹനങ്ങളും കുരിശുമരണവും പ്രവചിക്കുമ്പോൾ ശിഷ്യന്മാർ അതിന് തടസ്സം നിൽക്കുന്നുണ്ട്. കാരണം കുതിരപ്പുറത്ത് മിന്നലൊളിയായി കടന്നുവരുന്ന, രോഗികളെ സുഖപ്പെടുത്തുന്ന, അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുത പ്രവർത്തകനായ രാജാവിനെ സ്വപ്നം കണ്ട അവർ പീഡാനുഭവ പ്രവചനത്തില് ഞെട്ടുകയാണ്. എന്നാൽ രൂപാന്തരീകരണം അവരുടെ വിശ്വാസത്തെ സുദൃഢമാക്കുന്നു. മോശെ സീനായ് മലയിൽ 6 ദിവസം ചെലവഴിച്ചു കഴിഞ്ഞ് 7-ാം ദിവസം ദൈവം പ്രത്യക്ഷപ്പെട്ട് ഉടമ്പടിയുടെ ചിഹ്നമായി കൽപ്പനകൾ നൽകുന്നുണ്ട്. എന്നാൽ ഇന്ന് ദൈവം സ്നേഹത്തിന്റെ അച്ചാരമായി സ്വപുത്രനെ നൽകുകയാണ്. രൂപാന്തരീകരണം ദൈവസ്നേഹത്തിലേക്കുള്ള ക്ഷണമാണ്. രൂപാന്തരീകരണം സംഭവിക്കുന്നത് പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും സാന്നിധ്യത്തിലാണ്. ജൈറോസിന്റെ മകളെ ഉയർപ്പിക്കുമ്പോഴും ഗത്സമേനിയിലും എല്ലാം ഈ പ്രിയ ശിഷ്യരുടെ സാന്നിധ്യം നമുക്ക് കാണാനാകും. നമ്മുടെ അനുദിന ജീവിതത്തിലും ഈ രൂപാന്തരീകരണം ആവശ്യമാണ്. നമുക്കുമുണ്ട് ഒരുപാട് കൂട്ടുകാര്. നമുക്ക് ചിന്തിക്കാം, നമ്മുടെയൊക്കെ ബന്ധങ്ങൾ ദൈവത്തിലേക്ക്, സ്വർഗീയ അനുഭവത്തിലേക്ക്, രൂപാന്തരീകരണത്തിലേക്ക് നയിക്കുന്നതാണോ, അതോ ബന്ധങ്ങൾ രൂപാന്തരീകരണത്തിലേക്ക് നയിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ബന്ധനങ്ങളാണോ എന്ന്. മർക്കോസ് 9:2 അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. മെറ്റമോർഫെ എന്ന ഗ്രീക്ക് പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രൂപം മാറി എന്നർത്ഥം. മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം ഈശോ സ്വീകരിക്കാനിരിക്കുന്ന മഹത്വപൂർണമായ രൂപത്തിന്റെ ദൃശ്യമാണിത്. നിയമത്തിൽ അഗ്നിസ്തംഭത്തിലും മലയിലും കൂടാരത്തിലും നിറഞ്ഞു നിന്ന ശോഭ ഇന്ന് ഈശോയില് പ്രകടമാവുകയാണ്. ദൈവസാന്നിധ്യം നമ്മുടെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവിക ശോഭ നമ്മെ ആവരണം ചെയ്യും. ഈ രൂപാന്തരീകരണ വേളയിൽ ഏലിയായുടെയും മോശയുടെയും സാന്നിധ്യം പ്രകടമാണ്. ഇവർ പഴയ നിയമത്തിലെ പ്രവചനങ്ങളെയും നിയമങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. നിയമാവർത്തനം 34:5-8, 2 രാജാക്കന്മാർ 2:1-11 സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ മോശെ എവിടെ സംസ്കരിക്കപ്പെട്ടുവെന്ന് ആർക്കും അറിയില്ലാത്തതിനാലും ഏലിയ അഗ്നിരഥത്തിൽ എടുക്കപ്പെട്ടതിനാലും ഇവർ മരിച്ചിട്ടില്ല എന്നതാണ് യഹൂദ പാരമ്പര്യം. ഈശോയാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനുമെന്ന് മോശയും ഏലിയായും ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഒരു രൂപാന്തരീകരണം സംഭവിക്കണം. ബന്ധങ്ങളെ വിലയിരുത്തണം. കൂടെപ്പിറപ്പായി കൂടെയുള്ളവർ ദൈവസാന്നിധ്യത്തിന്റെ താബോർ മലയിലേക്ക് നയിക്കുന്നവരാകണം. പീഡാനുഭവ പ്രവചനത്തിന്മേൽ പകച്ചു നിന്ന ശിഷ്യർക്ക് ആശ്വാസമേകിയത് രൂപാന്തരീകരണമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ സഹനങ്ങൾ നമ്മെ രൂപാന്തരീകരണത്തിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക് നയിക്കുന്നതാവണം. ഈ സ്വർഗീയ ദർശനം പെട്ടെന്ന് അവസാനിച്ചെന്നാണ് മർക്കോസ് പറയുന്നത്. ഏലിയായും മോശയെയും കണ്ട ശിഷ്യർ പെട്ടെന്ന് യേശുവിനെ മാത്രം കാണുന്നു. കാരണം ഇത് സ്വർഗീയ മഹത്വത്തിന്റെ മുന്നാസ്വാദനമാണ്, ഒരു നിഴലാണ്. ആ സ്വർഗീയ മഹത്വം യാഥാർത്ഥ്യമാകണമെങ്കിൽ ജെറുസലേമിലേക്ക് പീഡകളുടെയും തിരസ്കരണത്തിന്റെയും മരണത്തിന്റെയും നാട്ടിലൂടെ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെയൊക്കെ ഇന്നിന്റെ യാത്രകൾ, തിരസ്കരണങ്ങൾ, അപമാനങ്ങളൊക്കെ സ്വർഗീയ മഹത്വത്തിലേക്കുള്ള കുറുക്കുവഴികളാണ്. എല്ലാം ഈശോയുടെ കണ്ണിലൂടെ കാണാനാവണം. നീ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവനാണെങ്കിൽ ഒന്നടങ്ങണം. അഹങ്കാരിയാണെങ്കിൽ എളിമപ്പെടണം. മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്ന് ദുഃഖിക്കുന്നവനാണെങ്കിൽ അവരുടെ ബലഹീനതയെ മനസ്സിലാക്കണം. ജഡിക താല്പര്യങ്ങൾ ഉള്ളവനാണെങ്കിൽ ആത്മീയനാവണം. ധാരാളിത്തമുള്ളവനാണെങ്കിൽ ഇല്ലാത്തവനിലേക്ക് കൺതുറക്കണം.
അപ്പോൾ സ്വർഗത്തിന്റെ വാതിലുകൾ ചായ്ച്ച് ദൈവം ഇറങ്ങി വന്ന് നിന്നോട് മന്ത്രിക്കും, നീ എൻ്റെ പ്രിയപുത്രൻ. ആമേൻ.